السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ലോക രാഷ്ട്രീയത്തിൻ്റെ പൊതുസ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന ശുഭസൂചന പങ്കുവെച്ചുകൊണ്ടാണ് ഈയടുത്ത് കഴിഞ്ഞ ബ്രിട്ടീഷ് ഫ്രഞ്ച് തെരഞ്ഞെടുപ്പുകളും അധികാര കൈമാറ്റങ്ങളും പര്യവസാനിച്ചിട്ടുള്ളത്. മുസ്ലിം വിരുദ്ധത, കുടിയേറ്റ വിരുദ്ധത, അതിദേശീയത അടക്കമുള്ള വലതുപക്ഷ നയങ്ങൾക്കെതിരെ ലോക സമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ വ്യക്തമാക്കുന്നത്. വലതുപക്ഷ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ നേടിയ മുന്നേറ്റത്തെ അടിസ്ഥാനമാക്കി പ്രതീക്ഷിച്ചതിനോളം ആശാവഹമല്ല കാര്യങ്ങൾ എന്ന നിലപാടുകളും രാഷ്ട്രീയ നിരീക്ഷകരിൽ നിന്ന് ചിലർ വെച്ചു പുലർത്തുന്നുമുണ്ട്. എന്നിരുന്നാലും ലോക സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രസ്തുത തെരഞ്ഞെടുപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തെക്കുറിച്ച് ചർച്ച ചെയ്യൽ അഭികാമ്യമാണെന്ന് തോന്നുന്നു. ബ്രിട്ടനും ഫ്രാൻസും ലോകത്തിന് സമ്മാനിക്കുന്ന മാറ്റത്തിൻ്റെ സൂചനകൾ എന്തൊക്കെയാണ്? ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ മെറിൻ ലി പെന്നിൻ്റെ നാഷണൽ റാലിയെയും അതുപോലെ ഇമാനുവൽ മക്രോണിൻ്റെ തീവ്ര വലതുപക്ഷ സഖ്യമായ എൻസിബിലിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഇടതുപക്ഷം നേടിയ വിജയം ജനാധിപത്യത്തിന് ഏറെ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഫ്രാൻസിൽ ജനിക്കുന്ന ആർക്കും സ്വാഭാവികമായും നൽകി വരാറുള്ള പൗരത്വവും ഫ്രാൻസുകാർക്കല്ലാത്തവർക്കുള്ള സൗജന്യ ചികിത്സയും റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ച നാഷണൽ റാലിയെ ഫ്രഞ്ച് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനി ബ്രിട്ടനിലേക്ക് വരികയാണെങ്കിൽ നിരന്തരമായ ഭരണവീഴ്ചകളാൽ കളം നിറയുകയും കുടിയേറ്റ വിരുദ്ധതയും അതിദേശീയതയും ആവോളം പ്രചരിപ്പിക്കുകയും ചെയ്ത കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ലേബർ പാർട്ടി നേടിയ വിജയം ഏറെ സന്തോഷവഹം തന്നെയാണ്. മനുഷ്യത്വപരമായ പ്രശ്നങ്ങളെ മറച്ചുപിടിക്കാൻ ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധതയും കുടിയേറ്റ വിരുദ്ധതയും ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാവില്ല എന്നാണ് ബ്രിട്ടനും ഫ്രാൻസും ലോകത്തെ പഠിപ്പിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളെ വിലയിരുത്തി വലിയ പ്രതീക്ഷകളാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണുന്നത്? പ്രതീക്ഷകൾക്കിടയിലും പലവിധ ആശങ്കകളും ഈ തെരഞ്ഞെടുപ്പുകൾ ലോകത്തിന് സമ്മാനിക്കുന്നില്ലേ? ഫ്രാൻസിൽ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം ജനാധിപത്യത്തിന് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ നേടിയ മുന്നേറ്റങ്ങൾ നമ്മെ ആശങ്കപ്പെടുത്തേണ്ടത് തന്നെയാണ്. എന്നാൽ ഇസ്രയേലിനെതിരെ ആയുധ സമരം പ്രഖ്യാപിക്കണമെന്ന് ശക്തമായി വാദിച്ച ഇടതുപക്ഷം അധികാരത്തിലേറിയത് ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്നതാണ്. അതുപോലെ ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് നഷ്ടപ്പെട്ട 20% വോട്ടിൽ നിന്ന് 14% ലഭിച്ചത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ UK റിഫോമിനാണെന്ന മറുവശവും നമ്മൾ കാണാതെ പോകരുത്. വലതുപക്ഷം തുടച്ചു നീക്കപ്പെടുമ്പോഴും തീവ്ര വലതുപക്ഷ ആശയമുള്ള ചില പാർട്ടികളെങ്കിലും അവിടങ്ങളിൽ ആഴത്തിൽ വേരൂന്നുന്നത് ഭാവിയെ ആലോചിക്കുമ്പോൾ ആശങ്കാജനകമാണ്. വലതുപക്ഷ നിലപാടുകൾക്കെതിരായ ജനകീയ തീർപ്പുകളിൽ പൊതുവായൊരു രാഷ്ട്രീയ ശൈലി ആഗോളതലത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ടോ? പ്രതിരോധത്തിൻ്റെ ഈ ജനാധിപത്യ പാഠങ്ങൾ ഇന്ത്യൻ പശ്ചാത്തലത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? മുതലാളിത്തം വിഭാവനം ചെയ്യുന്ന സങ്കുചിത രാഷ്ട്രീയ നിലപാടുകളോടുള്ള മുഖംതിരിക്കൽ കൂടിയാണോ ഇത്? ഈ തെരഞ്ഞെടുപ്പുകളെ ഇന്ത്യയോട് ചേർത്ത് വായിക്കുമ്പോൾ പ്രത്യേകിച്ചും ഫ്രാൻസിലും ബ്രിട്ടനിലും അനേകം ഒറ്റകക്ഷികൾ ചേർന്നുകൊണ്ട് ഒരു പൊതുശത്രുവിനെ പരാജയപ്പെടുത്തിയതിന് 2024 ഇന്ത്യൻ തെരഞ്ഞെടുപ്പും നമുക്ക് മാതൃകയാണ്. പൊതുശത്രുവിനെതിരെ മുന്നണി എന്ന വിജയതന്ത്രം ഇതിനോടകം തന്നെ ലോക രാഷ്ട്രീയത്തിൽ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ പതിറ്റാണ്ടുകളായി അമേരിക്ക ലോകതലത്തിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ലോക ജനതയ്ക്ക് മടുത്തിരിക്കുന്നു എന്നതും നമുക്കിതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഓസ്ട്രിയയുടെ ജോർജ് ഹൈദറിനെയും സ്പെയിനിൻ്റെ ഫ്രാങ്കോയെയും മുളപ്പിച്ച അമേരിക്കയുടെ അതേ കുതന്ത്രങ്ങളാണ് ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ തൊലിയുരക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ട്രംപിനെ ഒഴിവാക്കി ബൈഡനെ പുൽകിയ അമേരിക്ക വീണ്ടും ട്രംപേരിക്കയായി മാറുമോ എന്ന അമേരിക്കൻ സന്ദേഹവും നമുക്കിതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്.
വലതുപക്ഷത്തിനെതിരായ ജനഹിതം എന്ന രീതിയിലാണ് നാം ഈ രണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ കാണുന്നത്. അതേ ജനാധിപത്യ ആശ്വാസത്തിന് ഇന്ത്യൻ സാഹചര്യത്തിലും പ്രസക്തിയുണ്ടോ? ജനാധിപത്യ സാധ്യതകളുടെ സാമ്യതകൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആശ്വാസം നൽകുന്നത് തന്നെയാണ്. ബഹുസ്വരതയുടെ മഹാപാരമ്പര്യമുള്ള ഈ ദേശം സംഘപരിവാർ എന്ന ഒറ്റകക്ഷി ഭരണകൂടത്തെ പ്രതിരോധിച്ചതുപോലെ, അല്ലെങ്കിൽ 2025 ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കാമെന്ന സംഘപരിവാർ മോഹത്തെ ഈ മതേതര ബഹുസ്വരത മണ്ണ് പ്രതിരോധിച്ചതുപോലുള്ള സാമ്യതകൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഉദാത്തമായ ജനാധിപത്യ ആശയങ്ങളുടെ പേറ്റുമുറികളിലൊന്നായ ഫ്രാൻസ് തീവ്ര വലതുനയങ്ങൾക്കെതിരെ മാനവിക ബോധമുയർത്തിപ്പിടിച്ചു എന്നത് മാനുഷിക ബോധ്യമുയർത്തിപ്പിടിക്കുന്നവർക്ക് ഊർജമേകുന്ന ഘടകം തന്നെയാണ്. 10 ആണ്ടു നീണ്ട സംഘപരിവാർ ഏകാധിപത്യ ഭരണം കൂട്ടകക്ഷിക്ക് വഴിമാറിയപ്പോൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു കേട്ട ആശ്വാസത്തിൻ്റെ വീർപ്പുകൾ ഓർക്കുക. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച വെളിച്ചം തലനീട്ടിയപ്പോൾ നാം ഉയർത്തിയ ആർപ്പുവിളികൾ ഓർക്കുക. ലോകം കൂടുതൽ മനുഷ്യോന്മുഖമാകുമ്പോഴുള്ള ചില സ്വാഭാവികാനന്ദമാണത്. താൽക്കാലത്തേക്കെങ്കിലും അവർ പ്രതിരോധിക്കപ്പെടുമ്പോൾ ഉയരുന്നതും അതേ ആർപ്പുവിളികൾ തന്നെയാണ്. ജനാധിപത്യ പ്രതിരോധത്തിൻ്റെ അല്പായുസിനെ കുറിച്ചുകൂടി നാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സർവ്വസ്വീകാര്യതയിലേക്ക് ഉയർത്തെഴുന്നേൽക്കാനായില്ലെങ്കിലും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലടക്കം വലതുപക്ഷ നയങ്ങൾക്ക് അതിവേഗ വളർച്ചയും വ്യാപനവും സംഭവിക്കുന്നുണ്ട്. തീവ്രതയുടെ വലതുവേരുകൾ എങ്ങനെയാണ് ആയങ്ങളിലേക്ക് ആണ്ടിറങ്ങുന്നത്? അത് 2019 മുതൽ സ്പെയിനിൽ കളഞ്ഞിറഞ്ഞാടുന്നത് വോക്സ് പാർട്ടിയുടെ ആരാധ്യ ബിംബം ജനറൽ ഫ്രാങ്കോയാണ്. സ്പാനിഷ് ജനാധിപത്യത്തെ തകർത്തെറിഞ്ഞ് അവിടെ കൊടും വാഴ്ച നടത്തുന്ന നിഷ്ഠൂരനായ ഫ്രാങ്കോ, അതെ 4 ലക്ഷത്തോളം മനുഷ്യരെ കൊന്നുകളഞ്ഞ അദ്ദേഹം ഇപ്പോൾ സ്പെയിനിൽ നമിക്കപ്പെടുന്ന വ്യക്തിയാണ്. അവിടെ വോക്സ് പാർട്ടി മുന്നേറ്റം തുടരുകയാണ്. എങ്ങനെയാണ് ഈ ഫ്രാങ്കോയിസ്റ്റുകളായ വോക്സിന് സ്പെയിനിൽ പിടിമുറുക്കാൻ സാധിച്ചത്? ഇനി ജർമ്മനിയിലേക്ക് വരുമ്പോഴും അവിടെ കടുത്ത മുസ്ലിം വിരുദ്ധതയാൽ നിർമ്മിക്കപ്പെട്ട കുടിയേറ്റ റദ്ദാക്കൽ നയമാക്കിയ FFT അവിടെ പിടിമുറുക്കിയിരിക്കുന്നു. സ്വീഡനിൽ നവനാസികളായ സ്വീഡിഷ് ഡെമോക്രാറ്റീസ് വലിയ ശക്തികളാണ്. ഇതുപോലെ തന്നെയാണ് മരിൻ ലി പെന്നിൻ്റെയും ഇമാനുവൽ മക്രോണിൻ്റെയും ഒക്കെ ഫ്രാൻസിലുള്ള വളർച്ചയും. ഫ്രാൻസിൻ്റെ കാര്യം മാത്രം എടുത്തു പറയുകയാണെങ്കിൽ കിലിയൻ എംബാപ്പ പോലുള്ള പ്രതിഭാശാലികളെ അവരുടെ വംശത്തിൻ്റെ പേരിൽ മാത്രം അധിക്ഷേപിക്കുന്ന ഒരു സ്ഥിതി വിശേഷം വരെ ഫ്രാൻസിൽ വന്നു കഴിഞ്ഞു. ഇത്തരത്തിൽ കുടിയേറ്റ വിരുദ്ധതയുടെയും മുസ്ലിം വിരുദ്ധതയുടെയും അതിദേശീയതയുടെയും ഒക്കെ തീവ്രമായ കണികകൾ ലോകത്തിന് മുകളിൽ വിതറുകയാണ്. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ എപ്പോഴും ലോകത്തെമ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യത്വപരമായ പ്രശ്നങ്ങളെ മറച്ചുപിടിക്കാൻ കുടിയേറ്റ വിരുദ്ധതയോ മുസ്ലിം വിരുദ്ധതയോ അതിദേശീയതയോ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാവില്ല എന്നത് തന്നെയാണ് ബ്രിട്ടനും ഫ്രാൻസും ലോകത്തെ പഠിപ്പിക്കുന്നത്. മുസ്ലിം വിരുദ്ധതക്കും കുടിയേറ്റ വിരുദ്ധതക്കും ഫലസ്തീനിൻ്റെ കണ്ണീരിനും അറുതി വരുത്താനായില്ലെങ്കിൽ പോലും വലതുപക്ഷ ഗിബൽസിയൻ പ്രചാരണങ്ങളെ നവകാല സമൂഹം അത്ര എളുപ്പം പൂർണ്ണ ആശ്ലേഷണത്തിന് വിധേയമാക്കുന്നില്ല എന്ന തിരിച്ചറിവ് ലോകത്തിന് സമ്മാനിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. മനുഷ്യത്വത്തെ പുൽകാനും വർഗീയ വംശീയ വിദ്വേഷങ്ങളെ അർഹമായ അവജ്ഞയോടെ അകറ്റി നിർത്താനുമുള്ള ഒരു രാഷ്ട്രീയ പക്വത ലോകത്തെ സർവ്വ മനുഷ്യർക്കും നൽകാൻ സാധിക്കുന്നതാകട്ടെ ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നടക്കാനിരിക്കുന്ന അമേരിക്കയുടെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്ന പ്രത്യാശ സദസ്സിന് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർക്കും സദസ്സിനും ഹൃദ്യമായ കൃതജ്ഞതയോടെ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.